ഹോർമുസ് കടലിടുക്കിൽ ഇനിയും ശക്തി വർദ്ധിപ്പിക്കാനാണ് ഇറാന്റെ നീക്കം. ഈ കാണുന്നത് സബ്മറൈൻ ആണ്, അതായത് മുങ്ങിക്കപ്പൽ. ഇതൊരു മിഡ്ജറ്റ്, ഒരു ചെറിയ ഒരു മുങ്ങിക്കപ്പലാണ്. നമുക്ക് കാണാൻ സാധിക്കും ക്രെയിൻ കൊണ്ട് പൊക്കാൻ സാധിക്കുന്ന അധികം വലുപ്പമില്ലാത്ത ഒരു സബ്മറൈൻ ആണ്. എന്നാൽ ഇപ്പോൾ ഇത് പരസ്യമായി പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ വിന്യസിക്കാനാണ് ഇറാന്റെ നീക്കം എന്നത് വ്യക്തമാണ്. അൽ ഗദീർ എന്നറിയപ്പെടുന്ന ഇത് ഈ ഹോർമുസ് കടലിടുക്കിൽ ഗൾഫ് കടലിലേക്ക് മാത്രമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഇറാന്റെ ഒരു സബ്മറൈൻ ആണ്. ഈ സബ്മറൈന്റെ മുകൾ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ ചെറുതാണ്, എന്നാൽ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ ഇറാന് മുന്നിലുണ്ട്. ഈ സബ്മറൈനുകൾ അമേരിക്കയുടെ കപ്പലുകൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെയിനുകൾ വിതറാൻ സാധിക്കും. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ ഇറാൻ നിശ്ചയിച്ചിട്ടുള്ള മേഖല അല്ലാത്ത മേഖലകളിലൂടെ കപ്പൽ സർവീസ് നടത്തുന്നത് തടയാൻ ഈ സബ്മറൈൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ മൈനുകൾ സ്ഥാപിക്കാൻ സാധിക്കുമെന്നതാണ്. മൈനുകൾ പലതും നീക്കം ചെയ്തതാണ്. കാരണം ഈ വെടിനിർത്തൽ കാലയളവിന് ഇടയിൽ കപ്പലുകൾക്ക് നീക്കം നടത്താൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി കൂടുതൽ ഈ യുദ്ധം ശക്തമാകുന്ന ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള സബ്മറൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഹോർമുസ് കടലിടുക്ക് നിൽക്കുന്ന ഗൾഫ് കടലിൽ യഥേഷ്ടം അതിന് സഞ്ചരിക്കുവാനും വേണ്ട രൂപത്തിലുള്ള ഓപ്പറേഷൻ നടത്താനും ഈ സബ്മറൈന് സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്തായിരുന്നാലും ഇത് പരസ്യമായി പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ നീക്കം നടത്തുന്നത്. ഇറാന് ധാരാളം സബ്മറൈനുകളുണ്ട്, പക്ഷേ ഈ സബ്മറൈനൊന്നും അമേരിക്കക്ക് ഇതുവരെ തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷെ എവിടെ നിന്നാണ് ഈ സബ്മറൈനുകൾ പുതിയതായി കടലിലേക്ക് എത്തിക്കുന്നത്? ഇത് സാധാരണ ഇറാന്റെ ആയുധങ്ങളൊക്കെ നിലനിൽക്കുന്നത് പോലെ പർവ്വതങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണോ ഇത് പുറത്തെടുക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും അമേരിക്കക്ക് വ്യക്തമായൊരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ കപ്പലുകളും നിങ്ങളുടെ ഈ ഹോർമുസ് കടലിടുക്ക് പിടിക്കാൻ അല്ലെങ്കിൽ അവിടെയുള്ള ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഏതൊരു നീക്കം നടത്തുകയാണെങ്കിലും നിങ്ങളെ കാത്തിരിക്കുന്ന വജ്രായുധം അവിടെ ഉണ്ട് എന്ന ഒരു സന്ദേശം ഇപ്പോൾ ഇറാൻ നൽകുന്നു. ഈ ഒരു വീഡിയോ പരസ്യമായി തന്നെ പുറത്തുവിട്ടതിലൂടെ അത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ ഇതുവരെ വലിയ നീക്കങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇറാന്റെ ആധിപത്യം കുറക്കാനോ തകർക്കാനോ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്നത് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ആണവ റിയാക്ടറുകളും സമ്പുഷ്ടീകരിച്ച യുറേനിയവും ഒക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ യുദ്ധത്തിന് ശേഷം ഇറാൻ പിടിച്ചടക്കിയ ഈ ഹോർമുസ് കടലിടുക്കിന്റെ അധികാരം അതുപോലും ഇല്ലാതാക്കാൻ അമേരിക്ക, ലോക പോലീസായ അമേരിക്കക്കോ ഡൊണാൾഡ് ട്രംപിനോ നെതന്യാഹുവിനോ കഴിഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക യാചിക്കുന്നു. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് എത്തിക്കുക എന്നതാണ് ട്രംപിന്റെ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. എന്നാൽ ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, അത്തരമൊരു നീക്കം നടത്തുകയില്ല. പക്ഷെ ഇനി ഏതെങ്കിലും കപ്പൽ സർവീസ് നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നടപ്പാവുകയില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ കപ്പലുകൾക്ക് നേരെ ഉപയോഗിക്കുന്ന മിസൈലും അതുപോലെ തന്നെ സബ്മറൈൻ, ഇതെല്ലാം ഈ വീഡിയോയിൽ ഇറാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ പ്രസക്തമായ കാര്യം.